കൃപയുടെ വാസസ്ഥലം കൃപാസനം. എൻ്റെ പേര് സാന്ദ്ര. ഞാൻ തോപ്പുംപടിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് ഞാൻ എൻ്റെ യേശുവോടും മാതാവിനോടും കോടാനുകോടി നന്ദി ആദ്യം സമർപ്പിക്കുകയാണ്. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നോന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചാണ് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റണേ എന്നുള്ളത്. അപ്പം ഇവിടെ വെച്ച് തന്നെ എനിക്കത് സാധിച്ചതിന് വളരെയധികം സന്തോഷത്തിലാണ് ഞാൻ. കാരണം ഞാൻ ഈ കൃപാസനം എന്നൊരു സംഭവം, ഞാനൊരു ഹിന്ദുവാണ്. കൃപാസനം എന്ന സംഭവം എനിക്കറിയത്തേ ഇല്ല. ഞാൻ ഒന്നാമത് തോപ്പുംപടി എറണാകുളം ഭാഗത്തുള്ളതാണ്. അപ്പം ഈ ആലപ്പുഴയിലെ ഭാഗത്തുള്ള ഒരു കാര്യം എനിക്കറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ ഒരു ദിവസം എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ എൻ്റെ ഒരു റിസപ്ഷന് വേണ്ടിയിട്ട് ആലപ്പുഴയിൽ വന്ന വഴിക്കായിരുന്നു. എൻ്റെ ഫ്രണ്ട്സാണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത് ഈ കൃപാസനത്തിനെ പറ്റി. അങ്ങനെ തിരിച്ച് വന്ന വഴിക്ക് എനിക്ക് കൃപാസനത്തിന് അകത്തേക്ക് കയറാൻ പറ്റിയില്ലായിരുന്നു. ഞാൻ ഒരു മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നു. ഞാൻ കൂടുതലും ഹിന്ദുവിലും ക്രിസ്ത്യൻസിലും വിശ്വസിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു വീട്ടിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇതിനെക്കുറിച്ചൊന്നും അധികം സംസാരവും അതിനെപ്പറ്റിയൊന്നൊരു അന്വേഷിക്കലും ഒന്നും ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടല്ലോ. എനിക്ക് ആ ഫ്രണ്ട്സ് പറയുന്നൊരു രീതി മാത്രമേ എനിക്ക് അറിയത്തുണ്ടായുള്ളൂ. അങ്ങനെ ഒരു 2-3-4 മാസം കഴിഞ്ഞപ്പോഴാണ് അമ്മ ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്നിട്ടുണ്ട്. അതായത് ആരോ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്താണ് ഇതുപോലെ തന്നെ. അപ്പോൾ ഞങ്ങൾ തമ്മിൽ അങ്ങനെ കമ്മ്യൂണിക്കേഷനൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ ഇങ്ങനെ ഒരു പള്ളിയുണ്ട്, അങ്ങനെ ഒരു സംഭവമൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. അങ്ങനെ ലാസ്റ്റ് അമ്മ ഇങ്ങനെ എന്നും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതും ഉടമ്പടി എടുക്കുന്ന കാര്യം ഞാൻ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മയുടെ കൂടെ ഞാനിങ്ങനെ വരാനും അപ്പോഴാണ് ഞാനിങ്ങനെ അമ്മേനോട് പറയുന്നത് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഞാനിവിടെ വന്നു. അങ്ങനെ ഞാൻ അമ്മയുടെ കൂടെ ഞാൻ ഉടമ്പടിയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം അമ്മ മാത്രം ഉടമ്പടി എടുക്കുകയുള്ളായിരുന്നു. അപ്പം അമ്മ എന്നും രാവിലെ 5:30-ക്കും 7 മണിക്കത്തെ പ്രാർത്ഥനയൊക്കെ ചൊല്ലുമ്പോഴൊക്കെ ഞാൻ കൂടെ ഇരുന്ന് ചൊല്ലുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെയൊക്കെ ചൊല്ലാനും. ഞാൻ അതിൽ വിശ്വസിക്കുന്ന ഒരാളും കൂടിയായിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുക്കാണ്ട് എൻ്റെ അമ്മയുടെയും അമ്മ പ്രാർത്ഥിക്കാൻ എണീക്കുമ്പോഴൊക്കെ ഞാൻ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ 2022 എനിക്ക് വിവാഹം സെറ്റായി എല്ലാം കഴിഞ്ഞപ്പോൾ 5 ദിവസം മുമ്പായിരുന്നു എൻ്റെ വിവാഹം മുടങ്ങിയത്. പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് അങ്ങനെ 5 ദിവസം കറക്റ്റ് 5 ദിവസത്തിന് മുമ്പായിരുന്നു ആ വിവാഹം മുടങ്ങി. അങ്ങനെ കുറേ നാൾക്ക് ഒരു 2 വർഷത്തോളം എൻ്റെ കല്യാണം നടക്കുന്നുണ്ടായിരുന്നില്ല. അമ്മയുടെ കൂടെ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമെങ്കിലും ഞാൻ കുറേ എൻ്റെ കാര്യങ്ങളും ഞാൻ എൻ്റെ വിഷമങ്ങളെല്ലാം പറയുമെങ്കിലും എനിക്കങ്ങനെ സാധിച്ചു കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവസാനം ഞാൻ മാതാവിനോട് അപേക്ഷിച്ചിട്ട് പറഞ്ഞു ഞാൻ ഉടമ്പടി എടുത്താലോ. കാരണം എനിക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ ഇഷ്ടമുള്ള ആളായതുകൊണ്ട് ചിലപ്പം അത് വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഉടമ്പടി എടുത്താൽ കൊള്ളാമായിരിക്കും എന്നോർത്ത് ഞാൻ തന്നെ ഉടമ്പടി എടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കായതുകൊണ്ട് കുടുംബത്തിൽ ഒരാൾക്ക് മാത്രമേ ഉടമ്പടി എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് എന്നെ 2ാമത് പറഞ്ഞു വിട്ട്. അപ്പം ഞാൻ ഓർത്ത് അന്ന സാരില്ല ഞാൻ എൻ്റെ വിവാഹം കഴിഞ്ഞ് ഞാൻ വേറൊരു കുടുംബത്തിലെത്തുമ്പോൾ അവിടെ എനിക്ക് ഉടമ്പടി എടുക്കാൻ എനിക്ക് ഒരാൾക്ക് എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് സാറില്ല എനിക്ക് ഉടമ്പടി ഞാനിനി വിവാഹം കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചോളാം എന്നും പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ടും എൻ്റെ കാര്യങ്ങളൊന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര സ്ട്രഗിൾ ചെയ്താണ് ഓരോ ദിവസങ്ങളും പോയിക്കൊണ്ടിരുന്നു വെച്ചത്. അങ്ങനെ അവസാനം രണ്ടും കൽപ്പിച്ച് ഞാൻ എൻ്റെ മനസ്സിൽ ഉറപ്പിച്ച് ഞാൻ ഉടമ്പടി എടുക്കാൻ വീണ്ടും ഞാൻ വന്നു. അങ്ങനെ വീണ്ടും 11/1/2023 ഞാൻ ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നു. അന്ന് എനിക്ക് സാധിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ ഉടമ്പടി എടുത്ത് ഞാൻ വീണ്ടും എൻ്റെ അമ്മയുടെ കൂടെ ഞാൻ എന്നും പ്രാർത്ഥിക്കാൻ അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഉടമ്പടി വെച്ച് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ രാവിലെ എണീറ്റ് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് ഒരാഴ്ചക്കുള്ളിൽ തന്നെ എൻ്റെ വീട്ടിൽ കല്യാണാലോചന സെറ്റായി, പെണ്ണുകളൊക്കെ സെറ്റായി. അത് കറക്റ്റ് 11/1/2023 ഞാൻ ഉടമ്പടി എടുത്തതും കറക്റ്റ് ഒരാഴ്ച 22/1/2023 എൻ്റെ കല്യാണം ഫിക്സ് ചെയ്ത് എല്ലാം സെറ്റായി. അങ്ങനെ എൻ്റെ വിവാഹം കഴിഞ്ഞു. ജാനുവരി 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് ജാനുവരി ഈ ഇടക്കാണ് എൻ്റെ വിവാഹം കഴിഞ്ഞത്. ഭയങ്കര സന്തോഷമായിട്ടിരിക്കുകയാണ്. എൻ്റെ മാതാവിനോട് യേശുവിനെ ഒത്തിരി നന്ദി സമർപ്പിക്കുകയാണ്. കാരണം ഞാൻ ആഗ്രഹിച്ച ഒരാളിൽ നിന്നാണ് ഞാൻ വിവാഹം കഴിച്ചത്. 2 ഫാമിലിയും അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്ത് ഒത്തിരി സപ്പോർട്ടോടും ഒത്തിരി സന്തോഷത്തോടെയാണ് ഞങ്ങളുടെ വിവാഹം നടന്നത്. ഭയങ്കരമായിട്ട് ഭയങ്കര ഭംഗിക്കാണ് കല്യാണം നടത്തിയത്. എല്ലാവരും ഭയങ്കര അത്ഭുതത്തോടെയായിരുന്നു. ഇവിടെ ഇത്രയും ഹാപ്പി ആയിട്ടാണല്ലോ നിൽക്കുന്നുള്ള രീതിയിൽ എൻ്റെ മാതാവും യേശുവൊക്കെ എൻ്റെ കല്യാണത്തിൽ പങ്കെടുത്ത പോലെയാണ് ഞാൻ കാണുന്നത് എൻ്റെ വിവാഹത്തിന് അന്ന്. പിന്നെ അങ്ങനെ വിവാഹം കഴിഞ്ഞപ്പോഴേക്കും അടുത്തത് എൻ്റെ ജോലി
ഞാൻ പോയിക്കൊണ്ടിരുന്ന ജോലി ഒരു കോർപ്പറേറ്റ് ബാങ്കിലായിരുന്നു. അതൊരു ടെമ്പററി ആയിട്ട് വർക്ക് ചെയ്യണമായിരുന്നു. അപ്പോൾ എനിക്ക് സാലറി ഭയങ്കര കുറവായിരുന്നു. ഞാൻ എൻ്റെ വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ എൻ്റെ സ്വന്തം വീട്ടിൽ നിൽക്കുമ്പോൾ എനിക്ക് ആ സാലറി കൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. കാരണം അമ്മയും അച്ഛനും ഒക്കെ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ കല്യാണം കഴിഞ്ഞിട്ട് പല കാര്യങ്ങളും ചിലവൊക്കെ വന്നപ്പോൾ ഞാൻ ആ ജോലി റിസൈൻ ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ ഒരു ദിവസം പോലും എനിക്ക് വീട്ടിൽ നിർത്താണ്ട് തന്നെ അന്ന് തന്നെ എനിക്ക് ഒരു ഗവൺമെൻറ് ജോബ്, എനിക്ക് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ വരെ എനിക്ക് 6 മാസത്തേക്ക് ഒരു ജോലി കിട്ടി. ഒരു ദിവസം പോലും എന്നെ വീട്ടിൽ നിർത്താണ്ട് എന്നെ കഷ്ടപ്പെടുത്താണ്ട് തന്നെ എനിക്കൊരു അടുത്ത ജോലി, അതിനും സാലറി കൂടിയിട്ടുള്ളൊരു ജോലി എനിക്ക് മാതാവ് എനിക്ക് ഒരുക്കി തന്നു. അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ജോലിയും കുറച്ചും കൂടി പ്രൊമോഷൻ, നല്ലൊരു ജോലിയും കൂടി മാതാവ് ഒരുക്കി കൊടുത്ത് എല്ലാം ഇങ്ങനെ ഉടമ്പടി എടുത്തതും അടുത്ത ആഴ്ച തൊട്ട് എനിക്ക് ഓരോ ചെറിയ കാര്യങ്ങൾ പോലും എനിക്ക് ഭയങ്കരമായിട്ടും യൂസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങളാണ് മാതാവ് ഇങ്ങനെ എനിക്ക് ഒരുക്കി തന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ സമയവും അതിൻ്റേതായ സമയത്താണ് എന്നെ ഭയങ്കരമായിട്ടും ഉയർത്തിക്കൊണ്ടിരിക്കുന്നതായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ ഹസ്ബൻഡിൻ്റെ വീട് കുത്തിയോടാണ്. അവിടെ നിന്ന് അരൂര് വരെ റോഡ് ഭയങ്കര മോശമാണ്. അവിടെ ഞാൻ വണ്ടി ഓടിക്കുന്നത് ഭയങ്കര കെയർലെസ് ആയിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. ഏത് നേരം സ്പീഡ് കൂട്ടിയിട്ടൊക്കെ വണ്ടി ഓടിക്കാറുള്ളത്. എപ്പോഴും ഞാൻ രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഉപ്പ് വായിൽ വെച്ചിട്ടേ ഞാൻ പോകാറുള്ളൂ. എപ്പോഴും അങ്ങനെയാണ്. കാരണം എനിക്ക് വിശ്വാസമുണ്ട് അതൊരു ദിവസം കഴിച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ്, എനിക്ക് എന്തെങ്കിലും പറ്റും, അങ്ങനെ ഒരു മൈൻഡാണ്. അപ്പം ഞാൻ എന്നും രാവിലെ ഉപ്പ് വായിൽ വെച്ചിട്ടാണ് ഞാൻ ഇറങ്ങുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതും 2-3 ദിവസം വണ്ടി ഭയങ്കര സ്പീഡായിട്ട് പോയിട്ട് ആ ഭാഗത്ത് ഫുൾ വലിയ വണ്ടികളൊക്കെയാണ് എപ്പോഴും പോണത്. ഞാൻ വണ്ടി ഓടിക്കുമ്പോഴൊക്കെ ഭയങ്കര സ്പീഡിൽ ഓടിച്ചിട്ട് 2-3 പ്രാവശ്യം ഭയങ്കരമായിട്ട് പാളിപ്പോയി വണ്ടി. അത്ര എന്തോ പറയുക, ഒരു ആക്സിഡൻറ്റ് പറ്റുന്ന പോലെയായിരുന്നു. അത്ര സ്പീഡിലാണ് ഞാൻ വണ്ടി ഓടിച്ചത്. അങ്ങനെ ഓടിക്കുന്ന സമയത്ത് ഞാൻ ശരിക്കും പേടിച്ചു. കാരണം ഇപ്പം ഞാൻ വീഴുന്നുള്ള രീതിയിൽ ഞാൻ അമ്മയെന്നും പറഞ്ഞ ഒരൊറ്റ വിളിച്ചതും എൻ്റെ വണ്ടി എങ്ങനെയൊക്കെയോ ഭയങ്കര നോർമലായിട്ട് സ്ട്രെയിറ്റായിട്ട് എന്നെ പിടിച്ചിരുത്തിയിട്ട് പോണ്. ഞാനപ്പുറത്ത് ഇതാരാണ് എന്നെ വന്ന് പിടിച്ചിരുത്തണ പോലെ എനിക്ക് ഫീൽ. ശരിക്കും എന്നെ ഭയങ്കരമായിട്ടും എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. ഞാനത് ഹസ്ബൻഡിനോട് പറഞ്ഞു. 2-3 പ്രാവശ്യം എന്നിങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കിയത് എനിക്ക് ഭയങ്കര എന്താ പറയുക, ഭയങ്കരമായിട്ടും ഇതായിപ്പോയി. ശരിക്കും പറഞ്ഞാൽ ഞാൻ ശരിക്കും വണ്ടി പാടിയിട്ട് എൻ്റെ ബാക്കിലൊക്കെ ഭയങ്കര വലിയ ലോറികളൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത് വെച്ചാൽ ശരിക്കും എന്നെ പിടിച്ചിരുത്തിയ പോലെ പതുക്കെ പോകുന്നുള്ള രീതിയിൽ ഞാൻ പ്രാർത്ഥന ചൊല്ലിയിട്ട് ഞാൻ ഇങ്ങനെ വണ്ടി ഓടിക്കുക. എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ വീരേണ്ട രീതിയിലാണ് ഞാൻ വണ്ടി ഓടിച്ചത്. പക്ഷേ എന്നെ ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഒരു എക്സാം എഴുതാൻ പോയാൽ പോലും ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ലാണ്ട് പോയാൽ പോലും എല്ലാം ഭംഗിയായിട്ടാണ് നടക്കാറുള്ളത്. ഇപ്പം ഞാൻ എന്ത് കാര്യം പ്രാർത്ഥിക്കുമ്പോൾ ഓരോരോ കാര്യങ്ങൾ എനിക്ക് സാധിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ വിവാഹം നടക്കാൻ കുറച്ച് വൈകിയത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ വിവാഹം നടക്കാത്തതുകൊണ്ടായിരുന്നു കുറേ ഡിലേ വന്നത്. അപ്പോൾ എൻ്റെ വീട്ടിൽ ഭയങ്കര പ്രഷറായിരുന്നു. അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡിന് ഏറ്റവും ഇളയ പുത്രനായിരുന്നു. അതായത് 3 മക്കളായിരുന്നു അവർ. അതിൽ ഏറ്റവും മൂത്താളുടെ വിവാഹം നടക്കാഞ്ഞത്. എന്നിട്ടും അവരുടെ വീട്ടുകാർക്ക് ഭയങ്കര സങ്കടമായിരുന്നു മൂത്താളുടെ നടക്കാത്തതുകൊണ്ട്. 2 പേരുടെയും കല്യാണം നടത്തി. അവസാനം വീട്ടിലെ പ്രഷർ കൊണ്ടാണ് താഴെ 2 ആൺപിള്ളേരുടെ വിവാഹം നടന്ന് കഴിഞ്ഞിട്ടാണ്. അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ വിവാഹം നടക്കാൻ വേണ്ടിയിട്ടാണ് മൂത്താളുടെ 35-36 വയസ്സൊക്കെ ഉണ്ടെങ്കിലും അത്രയും ടൈം എടുത്ത് വിവാഹം നടക്കണം. അങ്ങനെ ലാസ്റ്റ് ഞാൻ ഉടമ്പടിയിൽ വെച്ചായിരുന്നു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് വീട്ടിൽ ആർക്കും ഒരു വിഷമമൊന്നും തോന്നരുത്. അതിനു മുമ്പ് തന്നെ ചേട്ടൻ്റെ വിവാഹം എങ്ങനെയെങ്കിലും നടത്തി തന്നെ മാതാവ്. കാരണം പുള്ളീനെ വിഷമിപ്പിക്കരുത്. പുള്ളിയുടെ അച്ഛനും അവരുടെ കുടുംബത്തിൽ അമ്മയില്ല. അവർ കുഞ്ഞിലായപ്പോഴേക്കും അമ്മ മരിച്ചു പോയതാണ് ക്യാൻസറായിട്ട്. അപ്പോൾ കുഞ്ഞിലെ ഇവർ 4 പേരും കൂടിയായിരുന്നു. അച്ഛനും 3 മക്കളും കൂടിയായിരുന്നു. ഭയങ്കര സ്നേഹമാണ് അവർ. ചേട്ടൻ്റെ വിവാഹം എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു. ഈ കഴിഞ്ഞിടക്ക് മെയിലായിരുന്നു. അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് ഇരിക്കുന്നതാണ് എല്ലാവരും. ഇപ്പം ഫാമിലിയിൽ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ ഫാമിലി ആണെങ്കിലും ഹസ്ബൻഡിൻ്റെ ഫാമിലി ആണെങ്കിലും ഭയങ്കര ഹാപ്പിയായിട്ട്. ഇപ്പോൾ സെപ്റ്റംബർ 8-ാം തീയതിയാണ് വിവാഹം. എല്ലാം ഭംഗിയായിട്ട് നടക്കണേ ഞാൻ അപേക്ഷിക്കുകയാണ് മാതാവിനോട്.
ഒരു ദിവസം ഞാൻ പത്രം ലാസ്റ്റത്തെ ഉടമ്പടി എടുക്കുന്ന സമയത്ത് പത്രം കൊടുക്കാനായിട്ട് ഭയങ്കര ഡിലേ ആയിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റാഞ്ഞിട്ട് ലാസ്റ്റ് ഒരു അപ്പൂപ്പനും ഭയങ്കരമായിട്ട് നോക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതായത് അവരുടെ കുടുംബത്തിന് വേറെ ആരുമില്ല, അപ്പൂപ്പനും അമ്മൂമ്മയും മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഞാൻ എപ്പോഴും രാവിലെ ഫുഡ് കൊടുക്കാനും വൈകുന്നേരം ഫുഡ് കാണാൻ പോകാനൊക്കെ ഞാൻ ചെല്ലുമായിരുന്നു. ആ സമയത്ത് ഒരു കിറ്റ് പത്രം എനിക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല, ആരും വാങ്ങിക്കണമെന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്താണ് ഒരാൾ അപ്പൂപ്പനെ അമ്മൂമ്മനെ കാണാൻ വേണ്ടിയിട്ട് ഒരു സാധാ ഒരു മനുഷ്യൻ വന്നിട്ട് ഇങ്ങനെ കുറേ നേരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ പുള്ളി വന്നിട്ട് എന്നോട് പറയുക, ഞാനിങ്ങനെ ഓഫനേഴ്സിലൊക്കെ പത്രം കൊടുക്കുന്ന വ്യക്തിയാണ്. അങ്ങനെയാണ് ഇങ്ങനെ പെട്ടെന്ന് ഒരു ബന്ധുവില്ലാത്ത ഒരാൾ വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാനൊക്കെ എൻ്റെ പത്രം ഇങ്ങനെ ഡിലേ ആയിട്ടിരിക്കണല്ലോ, ആരോ വന്ന് എൻ്റെ അടുത്ത് ആ പത്രം തന്നോ ഞാൻ കൊടുത്തേക്കാം എന്ന് പറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്ത് അങ്ങനെ ഞാൻ ആ പത്രം ആ ചേട്ടൻ്റെ കൊടുത്ത് അങ്ങനെ ചേട്ടൻ പറഞ്ഞ് പേടിക്കേണ്ട, ഞാൻ കൊണ്ട് കൊടുത്തോളാം, നീ വിഷമിക്കേണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു പരിചയമില്ലാത്ത ഒരാളായിരുന്നു. ഭയങ്കര ചില കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര അത്ഭുതകരമായ കാര്യങ്ങൾ, എനിക്ക് ഭയങ്കര സന്തോഷം ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റിയതിന്. കുറേ നാളായി ഞാൻ വന്ന് പറയണമെന്ന് വിചാരിച്ച് ഭയങ്കര സന്തോഷമേ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഏറെ പ്രത്യേകിച്ച് തൻ്റെ വിവാഹം എന്ന ഒരു കൂദാശ ലഭിച്ച വിവാഹം നടന്നു വന്നതിനെക്കുറിച്ചാണ്. അതിന് വ്യക്തമായിട്ടൊരു ദൈവിക ഇടപെടലുണ്ട് എന്ന് സാക്ഷ്യത്തിലൂടെ മകൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ആ ഒരു കൂദാശയിലേക്കുള്ള പോക്കിൽ അതിനുശേഷം ഉടമ്പടി എടുത്തതിന് ശേഷമുള്ള ദിവസങ്ങളിലുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു പെട്ടെന്ന് വേഗതയിൽ തന്നെ ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു സാന്നിധ്യത്തിൻ്റെ ഏറെ പ്രത്യേകിച്ച് ഉടമ്പടിയുടെ ഒരു സംരക്ഷണത്തിനെ കുറിച്ച് ഈ ഒരു സാക്ഷ്യം ആവർത്തിച്ച് പ്രതിപാദിക്കുന്ന ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചിറങ്ങുമ്പോൾ ഉടമ്പടിയിൽ ഒരു സംരക്ഷണം ലഭിച്ചതായിട്ട് ഈ സാക്ഷ്യത്തിലുണ്ട്. അപ്പോൾ ഒപ്പം തന്നെ ഈ ഒരു സാക്ഷ്യത്തിൽ ഒരു പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ നമ്മൾ ഉടമ്പടിയിൽ നൽകപ്പെടുന്ന പ്രേക്ഷിത പ്രവർത്തനത്തിന് നൽകപ്പെടുന്ന പത്രമാണെങ്കിലും നമ്മൾ വ്യക്തിപരമായിട്ട് എല്ലാവർക്കും കൊണ്ടുകൊടുക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിബന്ധന. അപ്പം അത് അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഒരു പ്രേക്ഷിത പ്രവർത്തനം നടത്തുന്നത്. ഉടമ്പടി എടുത്ത വ്യക്തി കൂടുതൽ ആസ്തിയുള്ളതാവുന്നതും ഉടമ്പടി സ്വീകാര്യമായിട്ടുള്ളതായി തീരുന്നതും ഉടമ്പടി ശക്തമാകുന്നതും ഉടമ്പടി എടുത്ത വ്യക്തികൾ തന്നെ അങ്ങനെ ചെയ്യണമെന്നുള്ളതാണ്. അപ്പം ആ ഒരു കാര്യത്തിലൊരു തിരുത്തൽ ഈ ഒരു സാക്ഷ്യത്തിലും ചേർത്ത് വെക്കുന്നു. അപ്പോൾ ഈ മകൾക്ക് നൽകിയ എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. അമ്മയുടെ ഈശോയുടെയും മുമ്പിൽ വന്ന് സാക്ഷ്യം പറയാൻ എന്നെ തിരഞ്ഞെടുത്ത ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി. ഞാൻ ഉടമ്പടി എടുക്കുന്നത് 20/7/2022 ഞാൻ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു സമാധാനവും ഇല്ല. 11 വർഷമായി എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ ജീവിതത്തിൽ സമാധാനം എന്തെന്ന് എനിക്കറിയില്ല. ഞാൻ ഇനി ജീവിക്കേണ്ട, ഇനി ആത്മഹത്യ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് ഞാൻ തിരഞ്ഞെടുത്തിരുന്ന നിമിഷമാണ് എൻ്റെ അമ്മയുടെ കൂട്ടുകാരി വഴി ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത്. ഞാൻ അങ്ങനെ 20/7 ഞാൻ ഇവിടെ കൃപാസനത്തിൽ വന്നു, ഉടമ്പടി എടുത്തു. അന്ന് തൊട്ട് അമ്മ എന്നെ ക്രമീകരിക്കാൻ തുടങ്ങി. എൻ്റെ ജീവിതത്തിൽ എല്ലാ രീതിയിലും എൻ്റെ അമ്മ എന്നെ ക്രമപ്പെടുത്തി സ്വർഗതുല്യമായ ഒരു ജീവിതം തന്ന് എന്നെ അനുഗ്രഹിച്ചു. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവിന് 6 മാസമായിട്ട് ജോലിയില്ല. ഞാനിവിടെ വരുമ്പോൾ ജോലിയില്ലാതെ വിഷമിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയോട് എഴുതി അന്നന്ന് കഴിഞ്ഞുകൂടാനുള്ള മാർഗ്ഗങ്ങൾ അമ്മ തന്ന് അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ക്രമേണ അമ്മ അതും ക്രമീകരിക്കാൻ തുടങ്ങി. ചേട്ടൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വണ്ടി എടുത്ത് പുള്ളി ഓട്ടം കൊടുത്തുകൊണ്ടിരിക്കുമായിരുന്നു, ടോറസാണ്. അപ്പോൾ പുള്ളിക്ക് ആഗ്രഹമുണ്ട്, അത് മേടിക്കണമെന്നൊരാഗ്രഹം വന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ എന്തായാലും അതൊന്ന് പോയി ചോദിക്കാം. ഞാൻ ഉടനെ ബൈബിൾ എടുത്തു. ഞാൻ ബൈബിൾ വായിക്കുന്ന ആളാണ്. ഞാൻ ബൈബിൾ എടുത്തപ്പോൾ എനിക്ക് വലുതായിട്ടൊന്നും അറിയില്ല, സങ്കീർത്തനമൊക്കെ അറിയാവുള്ളൂ. കർത്താവ് നല്ലവനാണെന്നുള്ള ഒരു സന്ദേശമാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് പൊക്കോ, എന്തെങ്കിലും ഒരു വഴി ഈശോ കാണിച്ചു തരും, നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. ചെന്ന് ചോദിച്ചതേ പുള്ളി ടോറസ് തരിയേല എന്ന് പറഞ്ഞിരുന്ന പുള്ളി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ വാക്ക് പറഞ്ഞു. എഗ്രിമെൻ്റ് കഴിഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് ലോൺ അനുവദിക്കുന്നില്ല. ഞങ്ങളുടെ 2 പേരുടെയും കൂടെ ജാമ്യത്തിലായിരുന്നു ലോൺ വെച്ചിരുന്നത്. എനിക്ക് സിവിൽ സ്കോർ ഇല്ല, അതുപോലെ തന്നെ ഒരു ബാധ്യതയും ഉണ്ടായിരുന്നു. എനിക്ക് 10 പേര് കൂടി ഒരു ലോൺ എടുത്തിട്ട് 5 പേരടച്ചു, 5 പേരടച്ചില്ല. ഞങ്ങൾ 5 പേരാണ് അടച്ചത്. അവരുടെയും കൂടെ ബാധ്യത എൻ്റെ സിവിൽ സ്കോർ എൻ്റെ ലോണിൽ വന്നു. അപ്പോൾ 3 ബാങ്കുകാർ റിജക്റ്റഡ് ചെയ്തു, ഇത് കിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ കൈകൾ വിരിച്ച് മാതാവിനോട് മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നു. അതിൻ്റെ ഫലമായി ആ റിജക്റ്റ് ചെയ്ത ബാങ്കിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് 19 ലക്ഷം രൂപ അനുവദിച്ച് അമ്മ മാതാവും ഈശോയും എന്നെ അനുഗ്രഹിച്ചു. 3ാമത് എഴുതിയ സാക്ഷ്യം ഞങ്ങൾ അടുത്ത വീട്ടിലൊരു ചേട്ടന് വേണ്ടിയായിരുന്നു. ഒത്തിരി കടബാധകൾ മൂലം ആ ചേട്ടൻ
ചേട്ടൻ വിഷമിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. എപ്പോഴും കടക്കാർ വന്ന് ആ ചേട്ടനെ വിഷമിപ്പിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ അതും എഴുതി, എന്തെങ്കിലും ഒരു മാർഗ്ഗം അമ്മേ ആ ചേട്ടനും ഒന്ന് കാണിച്ചു കൊടുക്കണേന്ന്. ആ ചേട്ടൻ ഇപ്പം നല്ലപോലെ വർക്കുണ്ട്, കടങ്ങളൊക്കെ വീട്ടിൽ വരുന്നു, ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു. ഞാൻ അമ്മേനെക്കുറിച്ച് പറഞ്ഞേ പിന്നെ അവിടുന്ന് വന്ന് ഉടമ്പടി എടുത്തു. അതുപോലെ എൻ്റെ കൂട്ടുകാരിക്ക് വേണ്ടി 4-ാമത്തത് ഒരെണ്ണം ഞാൻ എഴുതി അമ്മയെടുക്കൽ. എൻ്റെ കൂട്ടുകാരിക്ക് ജോലി, ഒരു ഗവൺമെൻറ് ജോലിയല്ല, സ്ഥിരപ്പെടുത്തിയിട്ടില്ല അവളെ, ഒരു വൃദ്ധസദനത്തിലാണ്. അവൾ ഒത്തിരി സങ്കടങ്ങൾ പറഞ്ഞു, കടവാണ്, ബാധ്യതയാണ്, ജപ്തി നോട്ടീസ് വരെ വന്ന് കിടക്കുക, ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോൾ ഞാൻ അമ്മയുടെ പ്രാർത്ഥനയും എല്ലാം, ഉടമ്പടി കാശ് രൂപവും എല്ലാം കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, നീ പ്രാർത്ഥിക്ക്, അമ്മ നിന്നെ കൈവിടിയല്ല. ഞാൻ എന്നും അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുന്നു. ഈ കഴിഞ്ഞ ദിവസം അവളെ ആ ഗവൺമെൻറ് ജോലി നൽകി, അവിടെ പെർമനൻ്റ് ആക്കി, അവളെ ജോലി നൽകി അമ്മ അനുഗ്രഹിച്ചു. കൂടാതെ അനേകായിരം, ഒരു ദിവസം കൊണ്ട് തീരത്തില്ല അത്ര അനുഗ്രഹങ്ങൾ ഈ നിമിഷം വരെ എൻ്റെ അമ്മയും ഈശോയും തന്നിട്ടുണ്ട്. അതുപോലെ ഉടമ്പടി തൈലം കൊണ്ട് എൻ്റെ അമ്മയുടെ 30 വർഷമായിട്ട് ചെവിയിൽ നിന്ന് പഴുപ്പ് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഈ പഴുപ്പ് വന്നു കഴിയുമ്പോൾ തലവേദന, തളർച്ച എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ വിശുദ്ധ തൈലം പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ചെവിയിൽ ഒഴിച്ചേ പിന്നെ ഇന്ന് വരെ ചെവിയിൽ നിന്ന് പഴുപ്പ് വന്നിട്ടില്ല. അതുപോലെ എൻ്റെ കുഞ്ഞൊരു ആസ്മാരോഗിയാണ്. ശ്വാസം മുട്ടൽ എപ്പോഴും ഉണ്ട്. 10 ദിവസമേ സ്കൂളിൽ പോകുള്ളൂ, ബാക്കിയുള്ള ദിവസങ്ങളിൽ അവൻ സ്കൂളിൽ പോകാറില്ല. അവനെ കൊണ്ട് ഹോസ്പിറ്റലിലാണ് ഞങ്ങൾ നടക്കുന്നത്. ടോൺസിലൈറ്റീസ് ഇതെല്ലാം അവനുണ്ടായിരുന്നു. അമ്മയെടുക്കെ വന്ന് ഉടമ്പടി എടുത്തേ പിന്നെ അങ്ങനൊരു അസുഖം എൻ്റെ കുഞ്ഞിന് വന്നിട്ടില്ല. പിന്നെ ഉപ്പ് കൊണ്ടാണെങ്കിലും ഒത്തിരി അനുഗ്രഹങ്ങൾ, രോഗശാന്തി ഞങ്ങളുടെ ജീവിതത്തിൽ, കുടുംബത്താർക്ക് അസുഖങ്ങൾ വന്നാലും രോഗസൗഖ്യം നൽകിയിട്ടുണ്ട് അമ്മ. ആ ഉപ്പിലൂടെ വിശ്വാസ പ്രമാണം ചൊല്ലി എപ്പം ഞങ്ങൾ ഉപ്പ് കഴിച്ചോ അന്നൊക്കെ ഞങ്ങളുടെ അസുഖങ്ങളെല്ലാം മാറി ഇന്ന് വരെ അമ്മ സംരക്ഷിച്ചു. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അടുത്ത വീടുകളിലൊക്കെയാണ് പ്രേക്ഷിത പ്രവർത്തനം ചെയ്തുകൊണ്ട് പത്രം കൊടുത്തുകൊണ്ടിരുന്നത്. എല്ലായിടത്തും കൊടുത്തു. പിന്നെ പതിയെ ആശുപത്രികളിലേക്ക് പോയി. ആശുപത്രികളിൽ ചെന്നപ്പോൾ എല്ലാവരും അതിൻ്റെ പുറത്ത് കുപ്പിയും പാത്രമൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നി വേണ്ട, ഇനി അവിടെ കൊടുക്കണ്ട. വീടുകൾ തോറും കൊടുക്കാൻ തുടങ്ങി. അമ്മയുടെ കാശ് രൂപം കൊന്തയും ഓരോ ഏറ്റുമാനൂർ, കോട്ടയം, വൈക്കം, ഞങ്ങളുടെ വീടിനടുത്തുള്ള ഓരോ സ്ഥലങ്ങളിലും അമ്മയുടെ കാശ് രൂപം പത്രവുമായിട്ട് അമ്മയെക്കുറിച്ച് പറഞ്ഞ് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ പറഞ്ഞ് ഞാൻ കൊടുത്തു തുടങ്ങി. നിരവധി പേര് അമ്മയുടെ അടുക്കൽ ഉടമ്പടി വന്ന് എടുക്കുകയും അമ്മേനെ സാക്ഷ്യം പറയാനായിട്ട് ഇരിക്കുന്നവരുമുണ്ട്. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്ക് ഈശോയ്ക്കും കോടാനുകോടി നന്ദി. ഇതെൻ്റെ ചേച്ചിയാണ്. ചേച്ചിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ അമ്മ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഞങ്ങൾ 2 ഉടമ്പടി എടുത്തിട്ട് ഇപ്പോൾ 2 വർഷം കഴിഞ്ഞു. 2 വർഷമായിട്ട് അഖണ്ഡ ജപമാലയിൽ ഞങ്ങൾ വരുന്നുണ്ട്. ഞാനും എൻ്റെ അമ്മയും നടന്നാണ് ജപമാല ചൊല്ലിക്കൊണ്ട് കൃപാസനത്തിൽ വന്നുകൊണ്ടിരുന്നത്. എൻ്റെ കുഞ്ഞുങ്ങളും കൂട്ടി അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. തണ്ണീർമുക്കത്ത് ഉപവാസം എടുത്താണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി. അമ്മയുടെ ഈശോയുടെ കൃപയാൽ ഞങ്ങൾക്ക്. എൻ്റെ പേര് മായ. ഞാൻ തൊടുപുഴയിൽ നിന്ന് വരുന്നത്. അമ്മയുടെ മോളാണ്, മൂത്ത മോളാണ്. ഞാൻ 13/1/2022 ഞാൻ ജോലിക്ക്, കുവൈറ്റിൽ ജോലി, നേഴ്സാണ് ഞാൻ ജോലിക്ക് പോയത്. 4 ലക്ഷം രൂപ മുടക്കി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ, ഞങ്ങൾ 2 പേരാണ് പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ജോലിയൊന്നുമില്ല, ഞങ്ങളുടെ പൈസയും പോയി. ട്രാപ്പിലായതുപോലെ പൈസയില്ല ഞങ്ങൾക്ക്. ഞങ്ങൾ എന്ത് ചെയ്യും? ഫുഡില്ല, പറഞ്ഞ ശമ്പളമില്ല, ഒന്നുമില്ല. ഒരാൾ പോയി തിരിച്ച് നാട്ടിലേക്ക് തന്നെ തിരിച്ചു കയറി, പഴയ ആശുപത്രി തന്നെ ജോലിക്ക് കയറി. ഞാൻ മാത്രം അവിടെ പെട്ടതുപോലെയായി. കാരണം എനിക്ക് എങ്ങനെയും ജോലി കിട്ടണം. ഒരുപാട് കടബാധ്യതയുണ്ട് എനിക്ക് 3 കുഞ്ഞുങ്ങളും ഉണ്ട്, കടബാധ്യതയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ ഇന്ന് ഒരു ഡ്യൂട്ടിക്ക് കയറി, ഒരു സ്ഥലത്ത് ഡ്യൂട്ടിക്ക് കയറി, പ്രൈവറ്റായിട്ട് ഡ്യൂട്ടിക്ക് കയറി കഴിഞ്ഞിട്ട് ശമ്പളമില്ല, ആഹാരമില്ല, എല്ലാം കൊണ്ട് ഞാൻ കരയാൻ തുടങ്ങി. എന്നും ഇരുന്ന് കരഞ്ഞിട്ട്, ഭക്ഷണമില്ലാഞ്ഞിട്ടും മാനസികമായും തകർന്ന നിമിഷങ്ങളിലൊക്കെ കടബാധ്യത, കടക്കാർ വീട്ടിൽ വന്ന് വഴക്ക് തുടങ്ങി. വീട്ടിൽ നിന്ന് മക്കൾ വിളിച്ച് കരയാൻ തുടങ്ങി. കുഞ്ഞു പിള്ളേരാണ്, വിളിച്ച് കരയാൻ തുടങ്ങി. അമ്മയെ കടക്കാർ വന്നു തുടങ്ങി. എന്ത് ചെയ്യും ഞാൻ ഉടനെ വിളിച്ച് പറയുന്നത്, എൻ്റെ അമ്മ എന്ത് ചെയ്യും, എൻ്റെ അമ്മ, എൻ്റെ അനിയത്തി, എനിക്ക് വിളിച്ച് പറയാൻ എൻ്റെ അമ്മ അനിയത്തി മാത്രമേ ഉള്ളൂ വിളിച്ച് പറയാം. ഭർത്താവിനോട് അവിടെ ഇവിടെ പറയാൻ പറ്റത്തില്ല. കാരണം എന്നാന്ന് വെച്ചാൽ ഹൈന്ദവയാണ് ഞങ്ങൾ. ഹൈന്ദവയായതുകൊണ്ട് അവർക്കത് വിശ്വാസം വരത്തില്ല. കാരണം ഞാൻ എൻ്റെ അമ്മയോടും എൻ്റെ അനിയത്തിയോടും പറഞ്ഞ ശേഷം എൻ്റെ അമ്മ ഉടനെ തന്നെ പറഞ്ഞു, മാനെ, അമ്മയുടെ ഒരു കൂട്ടുകാരി പറഞ്ഞ് കൃപാസനം എന്ന് പറഞ്ഞ് അമ്മ ഉടനെ ധ്യാനം ഇട്ട് നിന്ന് അച്ഛൻ്റെ പ്രാർത്ഥനയും സാക്ഷ്യം ഇട്ട് നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 6 മാസത്തിനുള്ളിൽ തന്നെ ഞാൻ അവിടുന്ന് നല്ല ജോലിയോടുകൂടി, അമ്മ മാതാവ് ഈശോ പോയി എനിക്ക് നല്ല ശമ്പളത്തോടു കൂടി ഈ നിമിഷം വരെ എനിക്ക് എല്ലാം നടത്തി തന്നു. അവിടുന്ന് ഞാൻ കുവൈറ്റിൽ നിന്ന് വന്ന ശേഷം നേരെ അമ്മയുടെ അടുക്ക വന്ന് നന്ദി പറഞ്ഞ ശേഷമാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയത്. അത് കഴിഞ്ഞ് 20/4/2024 ഞാൻ വന്ന് ഉടമ്പടി എടുത്തു. എനിക്ക് ഒരുപാട് വലുതും ചെറുതുമായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് ഈശോ പോയി എനിക്ക് തന്നിട്ടുണ്ട്. ഒരുപാട്. അതിനെല്ലാത്തിനും നന്ദി.
പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ സഹായത്തിൽ ലഭിച്ച ഈ രണ്ട് മക്കളുടെ അമ്മയാണ് ആദ്യം ഉടമ്പടി എടുത്തതും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തതും. ഇവർ 3 പേരും ഉടമ്പടി എടുത്തവരാണ്. അവർക്ക് 3 പേർക്കും വ്യക്തിപരമായിട്ട് അനുഭവങ്ങളുമുണ്ട്. ഏറെ പ്രധാനപ്പെട്ട ഒരു ദൈവാനുഭവങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. നമുക്കിപ്പം ഇതിൽ പത്രപ്രേക്ഷിത പ്രവർത്തനത്തിന് മറ്റുള്ളവരുടെ അടുക്കൽ ചെല്ലുമ്പം നമുക്ക് പറയാനായിട്ട് കേട്ടറിവും അല്ലെങ്കിൽ നമ്മൾ പണ്ട് കേട്ട ഇതുള്ള അറിവ് വെച്ച് നമുക്കൊരിക്കലും ദൈവത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് പറ്റത്തില്ല. ഒരു ഇൻ്റലക്ച്വൽ നോളജിൽ ദൈവത്തിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പറയാനായിട്ട് നമുക്ക് ബോധ്യപ്പെട്ട് പറയാനായിട്ട് പറ്റില്ല. അതിന് ആഴമേറിയൊരു ദൈവാനുഭവം ഉണ്ടാകുന്നത് വരെ നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങണമെന്നുള്ളതാണ്. അപ്പം നമ്മൾ ആയിരിക്കുന്ന ഈ ആലയവും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന് മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്നുള്ള അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ദൈവാനുഭവം ലോകത്തിന് മുൻപിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ട് ആ ഒരു അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ആ ഒരു അനുഭവം മറ്റുള്ള മുമ്പിൽ പ്രഖ്യാപിക്കപ്പെടണമെങ്കിൽ അത്രയും ആഴത്തിലുള്ളൊരു ദൈവാനുഭവം ഉണ്ടാണ്. ഒരു വിശ്വാസമുള്ള ആളും വിശ്വാസം ഇല്ലാത്ത ആളും തമ്മിലുള്ളൊരു ഗ്യാപ്പ് എന്ന് പറയണതും ഒരു ദൈവാനുഭവത്തിൻ്റെ ഗ്യാപ്പ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു അനുഭവം, ഒരു ചെറിയ തുറവിയെങ്കിലും വിശ്വാസത്തിലുള്ളവർക്ക് ദൈവം അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയിലൂടെ വലിയ അനുഭവങ്ങൾ നൽകുന്നുള്ളൂ. അത് ആ ഒരു ബോധ്യം ഉള്ളതുകൊണ്ടാണ് എല്ലാ ദിവസവും തന്നെ ഇങ്ങനെ സാക്ഷ്യങ്ങൾ പറയാനായിട്ട് ഒരുപാട് പേര് ഇവിടെ എത്തിച്ചേരുന്നതും ഉടമ്പടി എടുക്കാൻ എത്തിച്ചേരുന്നതും എല്ലാം. അതിനുള്ളിൽ യുക്തിക്കും മുകളിൽ ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം അവർ അനുഭവിക്കാൻ സാധിച്ചത്. വളരെ ചുരുങ്ങിയ വാക്കുകളിലാണ് എല്ലാ സാക്ഷ്യവും പറയുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഉള്ള സാഹചര്യം പറയാനുണ്ട്. ആ സാഹചര്യത്തിൽ നിന്ന് ഒരു സ്വർഗ്ഗതുല്യമായ ജീവിതത്തിലേക്ക് നയിക്കുവാനായിട്ട് മാതാവ് കാരണമാക്കി എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഒപ്പം ലഭിച്ച ജോലിയെക്കുറിച്ചും അമ്മയോട് ഇവിടെ ഒന്ന് ഉടമ്പടി എടുക്കാൻ പറഞ്ഞിട്ട് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മൾ ഇതുവരെ നടക്കത്തില്ലെന്ന് പറയുന്ന കാര്യങ്ങൾക്കൊരു ദൈവികമായൊരു തീരുമാനം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിലൊരു ദൈവാനുഭവം ഉണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ വ്യക്തമായിട്ട് ഈ ഇവിടെ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനൊരു ദൈവാനുഭവത്തിലേക്കാണ് ഉടമ്പടി ഒരു വ്യക്തിയെ കൊണ്ട് ചെന്ന് എത്തിക്കുന്നത്. അപ്പോൾ ഏറെ പ്രത്യേകിച്ച് ഈ ഒരു കുടുംബത്തിന് നമുക്ക് മുൻപിൽ ഏറെ പ്രത്യേകിച്ച് വചനത്തിനെക്കുറിച്ചും ബൈബിളിനെ കുറിച്ചും ഒക്കെ പറയാനുണ്ട്. അതായത് ബൈബിൾ തുറന്നപ്പോൾ കർത്താവിനോട് സംസാരിച്ചു എന്നുള്ള രീതിയിലാണ്. അപ്പം ഇങ്ങനെയുള്ള ദൈവാനുഭവങ്ങളിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ട് ചെന്ന് ഉയർത്തുന്നതാണ് ആദ്യത്തെ അത്ഭുതം. പിന്നീട് അതിലേക്കുള്ള ചവിട്ടുപടിയായിട്ട് നിന്ന എല്ലാ അനുഭവങ്ങളെ പ്രതിയും ഈ കുടുംബത്തിന് നൽകിയ എല്ലാ അനുഭവങ്ങളും എല്ലാ സൗഖ്യങ്ങളെല്ലാം പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം.